നമ്മൾ കാണുന്നത് ഈ ഒരു രക്ഷാപ്രവർത്തനം രാത്രിയിലും പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. രാത്രിയിലും വലിയ വെളിച്ചങ്ങളുടെ സംവിധാനത്തോടെ ഈ ഒരു രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകളെ ഇവിടേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതും മൃതദേഹങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇപ്പോൾ നമ്മോടൊപ്പം ആ ഒരു രക്ഷാദൗത്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന DSC ഉദ്യോഗസ്ഥൻ टंडन जी, ये बेली ब्रिज आपने जी एक्चुअली क्या हुआ कि हमने देखा तो रेस्क्यू के लिए काफ़ी टाइम लग रहा था, तो हमको आने में काफ़ी टाइम लगा, रास्ता भी ठीक नहीं था। यहाँ आने के बाद पब्लिक काफ़ी 400-500 पब्लिक ऐसा वेट कर रहा था, तो हमने सोचा कि क्यों ऐसा ब्रिज बना दिया जाए ताकि जल्दी रेस्क्यू किया जाए। तो इसलिए हमने यहाँ सबसे पहले सूबेदार सातेसन साहब को मैंने उधर पार भेजा हम लोग ने, फिर उसके बाद एक मनोज टीटी को भी उधर भेजा, 2 आदमी को। वहाँ पे उस साइड में फ्लो कम था, तो फिर उधर से कुछ सुपारी के पेड़ और इधर से कुछ सुपारी का पेड़, इसमें सूबेदार सतीशन साहब और मैं, उसके बाद नायब सूबेदार साथे सिंह सेना मेडल साहब और लेफ्टिनेंट कर्नल विकास राणा साहब और लेफ्टिनेंट अनुज राणा साहब वो सेट गया। हाँ, हम लोग कुछ 2 ट्रूप्स उधर गया, फिर कुछ ट्रूप्स इधर थे हम लोग, तो दोनों मिलके प्लस यहाँ का एक फोर्स है, तो लोकल फोर्स SOG। कितने आदमी को उधर से रेस्क्यू किया? तकरीबन 500 पब्लिक को रेस्क्यू किया और 8-10 डेड बॉडी लेके आए उससे। कल आपका प्लान क्या है? कल अभी उसी ब्रिज को और अच्छा मजबूती करना, और जहाँ पे जो मेन रेस्क्यू वाला एरिया है वहाँ पे हमको रेस्क्यू करने का जाने का, वो हमारा मेन प्लान है। तो ज़्यादा आदमी हमें बुला रहे हैं, उधर कोई रेस्क्यू टीम नहीं आया है। नागमला के पास नागमला इधर ये लैंडस्लाइड हुआ था वो प्लेस पे, वो कोई रेस्क्यू मिशन टीम नहीं गया है वहाँ। रेस्क्यू टीम उधर है मेरे ख्याल से, मैं उस लोकेशन में नहीं पहुँचा अभी। हमारा कमांडेंट साहब कर्नल परमवीर सिंह नागरा साहब अभी इन लोकेशन में पहुँच चुके हैं। अभी हमारे कमांडरों का कॉन्फ्रेंस चल रहा है, जैसा वो लोग ऑर्डर देंगे हमको उसी मुताबिक हम अभी इसके आगे का फर्दर एक्शन करेंगे। सारा एरिया में आप जाएंगे? हाँ, हम कल हमारा 2 कॉलम आया हुआ है DSC सेंटर कन्नूर से, कमांडर साहब हमको ब्रीफिंग करेंगे कि कौन सा कॉलम किस एरिया में जाएगा। अर्ली मॉर्निंग हम एक्शन करेंगे। शुक्रिया, താങ്ക് യു. അപർണ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ നിർമ്മിച്ച ഈ ബെയിലി പാലമാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കാര്യമാണ് അദ്ദേഹം പങ്കുവച്ചത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ തരത്തിൽ മൃതദേഹങ്ങൾ വടത്തിലൂടെ പുഴയ്ക്ക് കുറുകെ കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രാത്രി വേറെ വൈകിയും ഇത്തരത്തിൽ സാധ്യമാകുന്ന എല്ലാ മാർഗത്തിലൂടെയും ഈ നടപടികൾ ഇവിടെ പുരോഗമിക്കുകയാണ്. എന്താണെങ്കിലും ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ, സമാനതകളില്ലാത്ത വെല്ലുവിളികൾ നിറഞ്ഞ മിഷനാണ് നമ്മളിപ്പോൾ വയനാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുത്തിയൊലിച്ചു പോകുന്ന പുഴയ്ക്ക് കുറുകെ വടം കെട്ടി അതിൽ സ്ട്രക്ചർ കെട്ടി അതിൽ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്ന കാഴ്ച, അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. രാത്രിയേറെ വൈകിയും ഇതേ മിഷൻ ഇവിടെ തുടരുക തന്നെ ചെയ്യും. കുത്തിയൊലിക്കുന്ന പുഴയ്ക്ക് കുറുകെ ഇനി കടന്നു ചെന്ന് രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. അത് അടുത്ത ദിവസം മുതൽ സാധ്യമാകും. കാരണം ഇതുവരെ അവിടേക്ക് ആർക്കും കടക്കാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു. പക്ഷേ സൈന്യത്തിൻ്റെ ബെയിലി പാലം അത് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് വലിയ വേഗത നൽകുന്നുണ്ട്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. 200-ലധികം ആളുകൾ അതുവഴിയാണ് ഈ ഒരു അപകട മേഖലയിൽ നിന്നും പുറത്തെത്തിയത്, ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയത്. ഇപ്പോൾ മൃതദേഹങ്ങൾ കൂടുതൽ നേരത്തെ തന്നെ രക്ഷാപ്രവർത്തകരെല്ലാം പറഞ്ഞതുപോലെ 22ഓളം മൃതദേഹങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരാനുണ്ട്. അപ്പോൾ അവിടെ നിന്നും കൂടുതൽ മൃതദേഹങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ നിന്നും വടം വഴി ഇത് ഇക്കരയിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ നമ്മൾ കേരളത്തിൽ ഇതുവരെ കാണാത്ത രക്ഷാപ്രവർത്തനത്തിൻ്റെയും തെരച്ചിലിൻ്റെയും ദൃശ്യങ്ങളാണ് വയനാട്ടിലെ ചൂരൽമലയിൽ നിന്ന്. തീർച്ചയായിട്ടും അനുമോദ് എടുത്തു പറയണം, അത് കേരളമായതുകൊണ്ട് കൂടിയാണ്
ആ രീതിയിൽ സുസജ്ജമായിട്ടുള്ള രക്ഷാപ്രവർത്തനം 24 മണിക്കൂറിനുള്ളിൽ ഇത്രയും പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് കയ്യും മെയ്യും മറന്നുകൊണ്ട് ഒരു ജനത മുഴുവൻ ആ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട്. സൈന്യത്തിന് അങ്ങോട്ട് എത്താൻ കഴിഞ്ഞതുപോലും എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്കും നാട്ടുകാർ പ്രദേശവാസികളെല്ലാം സുസജ്ജരായി അതിന് ഇറങ്ങിയിരുന്നു. അങ്ങനെയാണ് ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയത്. അനുമോദ്, ഈ രക്ഷാദൗത്യ സംഘാംഗങ്ങളോട് അനുമോദ് സംസാരിച്ചപ്പോൾ 500-ലേറെ പേരെ ഒക്കെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്ന തരത്തിലാണല്ലോ അവർ പറഞ്ഞത്. കൂടുതൽ പേരെ ഇനി രാത്രി, ഈ പറഞ്ഞ പോലെ രാത്രി വൈകിയ വേളയിലും ആ ഒരു സെർച്ച് നടത്തുക, മൃതദേഹങ്ങൾ കണ്ടുപിടിക്കുന്നതിനപ്പുറത്തേക്ക് കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനുള്ള നടപടികളിലേക്ക് കടക്കുക, അത് പോസിബിൾ ആയിരിക്കുമോ? നിലവിലെ സാഹചര്യത്തിൽ എത്രമാത്രം സാധ്യമാകുമെന്ന് പറയാനാകില്ല. കാരണം ഈ ആളുകൾ കുരുങ്ങിക്കിടക്കുന്ന ഇടത്തേക്ക് പകൽ എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ രാത്രി അത് സാധ്യമാകുമോ എന്ന് പറയാൻ കഴിയില്ല. കാരണം അത്രമാത്രം ബുദ്ധിമുട്ടാണ് അവിടേക്ക് എത്തിച്ചേരുക. ഈ നിലവിൽ രാത്രി ഇത്തരം ഉരുൾപൊട്ടൽ ഭീഷണിയും കനത്ത മഴയൊക്കെ ഉള്ളപ്പോൾ അത്തരം ദൗത്യങ്ങൾക്ക് അനുമതി നൽകാറുമില്ല. അതുകൊണ്ട് തന്നെ രാത്രി മേഖലയിലേക്ക് എത്രമാത്രം കടന്നു ചെന്ന് തെരച്ചിലും രക്ഷാപ്രവർത്തനവും നടക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പു നൽകാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം രക്ഷാദൗത്യങ്ങളുടെ സ്വഭാവവും അതിൻ്റെ രീതിയും ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വയനാട്ടിലെ സാഹചര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നമുക്കത് അങ്ങനെ തന്നെ വേണ്ടി വരും പറയുവാൻ. പക്ഷേ ഈ മണിക്കൂറുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അത് മറ്റെവിടെയും നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ സമാനതകളില്ലാത്തതാണ്. കാരണം ഇത്രയും അധികം ആളുകളെ ഇവിടേക്ക് സുരക്ഷിതരായിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു രക്ഷാദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. കഴിഞ്ഞ രാത്രി മുതൽ ജീവൻ കയ്യിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു പലരും. അവരെയൊക്കെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമാണ്. ഇനിയിപ്പോൾ നാളെ ഈ പറയുന്ന നാഗമല അടക്കമുള്ള മേഖലയിൽ എയർ ലിഫ്റ്റിങ്ങിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്ന തരത്തിലായിരിക്കും നടപടികൾ ഉണ്ടാവുക. എയർ ലിഫ്റ്റ് ഇന്ന് വൈകുന്നേരം നമ്മൾ കണ്ടതാണ്. ഹെലികോപ്റ്റർ വഴി ആളുകളെ ഇവിടേക്ക് സുരക്ഷിതരായിട്ട് കൊണ്ടുവന്നിറക്കിയത്. അപ്പോൾ എയർ ലിഫ്റ്റിങ്ങിൻ്റെ സാധ്യതകളായിരിക്കും ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന മേഖലയിലേക്ക് ഇനി ഉപയോഗിക്കുക. കാരണം ഈ ഒരു മോശം കാലാവസ്ഥയിൽ പ്രത്യേകിച്ച് ഈ രക്ഷാപ്രവർത്തനത്തിന് മറ്റൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ സുരക്ഷിതമായ വഴികൾ ഉപയോഗിക്കുന്നതിനാണ് സ്വാഭാവികമായിട്ടും രക്ഷാപ്രവർത്തകർ ശ്രദ്ധിക്കുക. എയർ ലിഫ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു മേഖലയിൽ നമുക്ക് ഇനി ഉണ്ടാകുമെന്ന് പറയാനാകില്ലെങ്കിൽ പോലും രാത്രി സാധാരണ അത് പതിവില്ല. പക്ഷേ നാളെ രാവിലെ മുതലായിരിക്കും അതിൻ്റെ ഒരു നടപടികൾ ആരംഭിക്കുക. നമുക്ക് ഈ ഏതെല്ലാം മേഖലകളിൽ ആളുകൾ ഒറ്റപ്പെട്ട് കിടക്കുന്നുവെന്ന് ഇപ്പോഴും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം അത്രമാത്രം വലിയ മേഖലകളിലാണ് ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ വ്യാപ്തി ചെന്നെത്തി നിൽക്കുന്നത്. ഇവിടെ മുതൽ നിലമ്പൂർ ചാലിയാർ തീരം വരെ നമുക്ക് ഈ ഒരു ദുരന്തത്തിൻ്റെ അടയാളങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് രാത്രി ഈ പ്രധാനമായിട്ടും ഇപ്പോൾ സുരക്ഷിത സ്ഥാനത്ത് നിൽക്കുന്നവരെ ഇവിടെ എത്തിക്കുവാനും അതുപോലെ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരാനുമാകും നടപടികൾ ഉണ്ടാവുക. നാളെ രാവിലെ മുതലായിരിക്കും വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള വിവിധ സന്നാഹങ്ങൾ ഉപയോഗിച്ചുള്ള ഈ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലും മറ്റും ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അപർണ. അനുമോദ്, നേരത്തെ ടി സിദ്ദിഖ് MLA പറഞ്ഞത് അവിടെ നിന്നുള്ള ഈ മൃതദേഹങ്ങൾ കൂടുതലായി എത്തിക്കുമ്പോൾ അത് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു കാര്യം, ഒരു പ്രീസംഷൻ നടത്തി ആ തരത്തിലുള്ളൊരു ഓർഡർ സർക്കാർ ഇടുകയാണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഒരു സജഷനൊക്കെയാണ് വരുന്നത്. അതിനുള്ള നടപടികളൊക്കെ നടക്കുന്നുണ്ടോ? ഈ കൂടുതൽ ഫ്രീസറുകളൊക്കെ സ്ഥലത്തേക്ക് എത്തിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. അത് സംബന്ധിച്ച് അതെങ്ങനെയായിരിക്കും? ഇനിയും ഉള്ള മണിക്കൂറുകളിലും മൃതദേഹങ്ങൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപർണ, ഇനിയുള്ള മണിക്കൂറുകൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും അധികം രക്ഷാപ്രവർത്തനത്തിൽ ശ്രദ്ധ കൊടുക്കുക ഇത്തരം മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ളതിലാണ്. ആദ്യ മണിക്കൂറുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൃതദേഹങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് അതിന് നമ്മൾ ഈ ഒരു
തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലായിരിക്കും ഒരു പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ മൃതദേഹങ്ങളുടെ അവസ്ഥ ഉണ്ടാവുക. പിന്നീട് അതിന് DNA പരിശോധനകളടക്കം വേണ്ടിവരും. കവളപ്പാറ നമ്മൾ കണ്ടിരുന്നത് അവിടുത്തെ ഒരു മേഖലയിൽ മാത്രമായതുകൊണ്ട് ആ പ്രദേശവാസികൾക്ക് അറിയുന്ന ആളുകളായിരുന്നു ആ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് തന്നെ പ്രദേശവാസികളുടെ സഹായത്തോടെ ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ നേരിടുന്ന പ്രതിസന്ധി എവിടെയെല്ലാം ആരെല്ലാം കുടുങ്ങിക്കിടക്കുന്നുവെന്നോ ആരെല്ലാം ഉണ്ടെന്നോ ഒന്നും തന്നെ അറിയാൻ കഴിയാത്തൊരവസ്ഥ. അത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇനി കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് കഴിയും വേഗം അവരെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ അവരെ സംസ്കരിക്കുക എന്നുള്ള നടപടി. അപ്പോൾ നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു, അത് പോസ്റ്റ്മോർട്ടം ഒഴിവാക്കണം എന്നുള്ളത്. പക്ഷേ ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ അതിന് ഒരുപക്ഷെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ആവശ്യമായിട്ട് വരും. അത് സർക്കാർ തന്നെ നയപരമായിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, ഇത് കൂടുതൽ സൗകര്യങ്ങൾ ഇത്തരം നടപടികൾക്ക് വേണ്ടി സജ്ജീകരിക്കുക എന്നുള്ളതാണ്. ഓരോ മേഖല കേന്ദ്രീകരിച്ച് അതിനുള്ള സൗകര്യങ്ങൾ, അത് ആശുപത്രിയാവട്ടെ, കവളപ്പാറയൊക്കെ നമ്മൾ കണ്ടത് അവിടുത്തെ ഒരു പള്ളിയിലായിരുന്നു ഈ പോസ്റ്റ്മോർട്ടം എല്ലാം നടത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെ പ്രാദേശികമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഓരോ മേഖലയിലും ഒരുക്കി ഇത്തരം കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടപ്പിലാക്കാനുള്ള തീരുമാനമായിരിക്കും സർക്കാർ എടുക്കുക. പോസ്റ്റ്മോർട്ടം ഒഴിവാക്കണോ വേണ്ടയോ എന്നുള്ളത് സർക്കാർ നയപരമായിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനപ്പുറം അതിന് മറ്റ് പല തലങ്ങളുണ്ട്. ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമാകണമെങ്കിൽ ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വന്നേക്കും. അപ്പോൾ അതിൽ കൂടുതൽ ആലോചനകൾക്ക് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ തീരുമാനിക്കൂ എന്നിരിക്കെ ഈ കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ ഏറെ സമയം വൈകാതെ അത് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുവാനും തിരിച്ചറിയുവാനും മറ്റും നടപടികളായിരിക്കും എന്തായാലും സ്വീകരിക്കുക. ഒരു എത്രയിടത്ത് ഇത് വേണ്ടിവരുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി സർക്കാർ തീരുമാനിക്കുന്നത് പോലെ ഒരിടത്ത് മാത്രം ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കിയതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടില്ല. അപ്പോൾ ഏതെല്ലാം മേഖലകൾ കേന്ദ്രീകരിച്ച് അത്തരം കാര്യങ്ങൾ വേണം എന്നുള്ളതും ഈ കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ ഓരോ പ്രദേശത്തു നിന്നും കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ എവിടേക്ക് കൊണ്ടുവരണമെന്നുള്ള കാര്യവും അതിൻ്റെ മറ്റ് നടപടികളൊക്കെ എവിടെ പൂർത്തിയാക്കുന്ന കാര്യങ്ങളൊക്കെ നാളെ വ്യക്തമായ ഒരു ധാരണയിൽ ചിത്രം ലഭിക്കും എന്ന് തന്നെ വേണം കരുതുവാൻ. എന്നാണെങ്കിലും ഇതിന് മുമ്പ് പല തരത്തിലുള്ള മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത്രമാത്രം മേഖലകൾ ഒരേപോലെ ദുരന്തത്തിനിരയായ അല്ലെങ്കിൽ ഇല്ലാതെയായിപ്പോയ ഇത്രയും അധികം ആളുകൾ ദുരന്തത്തിൽ ഇരയാകുന്ന മറ്റൊരു സാഹചര്യം മുമ്പുണ്ടായിട്ടുണ്ടായിരിക്കില്ല എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനവും സമാനതകളില്ലാത്ത നടപടികളും ഇവിടെ വേണ്ടിവരും. മുൻപൊരിക്കലും ചെയ്യാത്തത് കൊണ്ട് തന്നെ മാതൃകയാക്കാൻ കഴിയുന്നതായിരിക്കില്ല ഈ ഒരു രക്ഷാപ്രവർത്തനത്തിലെ പല നടപടികളും. കാരണം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തെയാണ് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്നത്. അനുമോദ്, അതോടൊപ്പം തന്നെ അനുമോദ്, ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആരോഗ്യവകുപ്പിൻ്റെയൊക്കെ പ്രദേശവാസികളെല്ലാം പറയുന്നു ആരോഗ്യവകുപ്പൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയമാണ്. ഇതിനൊരു വീഴ്ചയുമില്ല. കൂടുതൽ കോഴിക്കോട് നിന്ന്, കണ്ണൂരിൽ നിന്ന്, തൃശ്ശൂരിൽ നിന്ന്, മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ടീമുകളെല്ലാം വയനാട്ടിൽ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം ഈ താൽക്കാലിക ആശുപത്രികളും കൂടുതൽ സജ്ജമാക്കിയിട്ടുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. മദ്രസയിലും പള്ളിയിലുമൊക്കെ താൽക്കാലിക ക്ലിനിക്കൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ആൾക്കാരെ എല്ലാം ഈ ചെറിയ പരിക്കുകൾ ഉള്ളവരെ അങ്ങോട്ടേക്ക് എത്തിക്കുക, ഗുരുതരമായ പരിക്കുള്ളവരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുക, ആ തരത്തിലാണോ? എങ്ങനെയാണ് ഇനിയുള്ള മണിക്കൂറുകളിലും അതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സാഹചര്യം? കൺട്രോൾ റൂമുകൾ തന്നെ അതിന് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു സാഹചര്യം. അതെന്തെല്ലാം സജ്ജീകരണങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. ആ ഒരു കൺസേൺ അവിടെ നിൽക്കുന്ന രക്ഷാ ദൗത്യ സംഘങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടോ? അപർണ, ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ഇപ്പോഴും അപകടം നടന്ന ഏകദേശം ഒരു 20 മണിക്കൂറിന് അടുത്താകുമ്പോൾ നമ്മൾ ഈ ഒരു രക്ഷാ ദൗത്യത്തിൽ ആദ്യം രക്ഷപ്പെടുത്തിയത് പരിക്കേറ്റവരെയും അല്ലെങ്കിൽ രക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ ഉള്ളവരെയും ഒക്കെയാണ്. അവർക്കെല്ലാം തന്നെ ഇവിടെയുള്ള ആശുപത്രികളിൽ ചികിത്സാ സൗകര്യങ്ങളും സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇനി നാളത്തേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു വശം തന്നെ നോക്കിയാൽ ഒരുപക്ഷെ നാളെ നമുക്ക് കൂടുതൽ കണ്ടെത്തുക
പരിക്കേറ്റവരെ ആയിരിക്കില്ല എന്നതൊരു ദുഃഖസത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ ഈ ആശുപത്രിയിലെ സംവിധാനങ്ങൾ അത് പരിക്കേറ്റവർക്ക് വേണ്ട ചികിത്സ നൽകാനുള്ളത് ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ ഇനി കൂടുതലായിട്ട് വേണ്ടത് ഈ ലഭ്യമാകുന്ന മൃതദേഹങ്ങൾ പരിശോധിച്ച് പോസ്റ്റ്മോർട്ടം ആണെങ്കിൽ പോസ്റ്റ്മോർട്ടം, അതല്ലെങ്കിൽ മറ്റ് നടപടികൾ പൂർത്തീകരിച്ച് അത് തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ളതാണെങ്കിൽ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ എത്രയും വേഗം തിരിച്ചറിയണ നടപടി സ്വീകരിക്കുക. അപ്പോൾ അതിനുള്ള കൂടുതൽ കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ ഇനി നാളെ മുതൽ വേണ്ടി വരിക. പരിക്കേറ്റവരെയും അതുപോലെ തന്നെ ഈ തെരച്ചിലിൽ കണ്ടെത്തുന്നവർക്കും ഒക്കെ ആവശ്യമായ സന്നാഹങ്ങളും സംവിധാനങ്ങളും ഇവിടെ പ്രാദേശികമായിട്ടും ഓരോ മേഖല കേന്ദ്രീകരിച്ചും താൽക്കാലികമായിട്ടും ഒരുക്കിയിട്ടുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് ഇതിനോടൊപ്പം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് ചികിത്സ കിട്ടാത്തൊരു സാഹചര്യം വരികയില്ല. പക്ഷേ ഇവിടെ നേരിടുന്ന വെല്ലുവിളി ഇനിയും കണ്ടെത്താൻ കഴിയാത്ത പല മേഖലയിലും കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ ഇവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അവരിൽ രോഗികളുണ്ടെങ്കിൽ അവരെ ചികിത്സ ലഭ്യമാക്കണമെങ്കിൽ അവരെ ഇങ്ങോട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുവരണം എന്നുള്ളതാണ് ആദ്യത്തെ വെല്ലുവിളിയായിട്ടുള്ളത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ പ്രഥമ പരിഗണന ഇന്നും നാളെയുമൊക്കെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളെ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും. അവർക്ക് വേണ്ട ചികിത്സാ സംവിധാനങ്ങൾ ഈ ചൂരൽമലയിലും അതേപോലെ തന്നെ മേപ്പാടിയിലും അതേപോലെ കൽപ്പറ്റയിലും ഒക്കെ ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ ആശുപത്രികളിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ നാളെ നമ്മൾ കാണാൻ പോകുന്ന ഒരു സാഹചര്യം ഒരു പക്ഷേ പരിക്കേറ്റവരെ കൂടുതലായിട്ട് കണ്ടെത്തുന്നതായിരിക്കില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുത. നമ്മൾ അങ്ങനെ ആവരുത് എന്നാഗ്രഹിച്ചാലും ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇതുവരെയുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് നേരിടാൻ ഈ ഒരു ദുരന്തത്തെ മറികടക്കാൻ അത് വലിയ ആത്മബലം തന്നെ വേണം. അതുപോലെ തന്നെ മുൻപൊന്നും സ്വീകരിക്കാത്ത നടപടികളും വേണം. അപർണ. റൈറ്റ് അനുമോദ്, ഏതായാലും വൈകുന്നേരത്തോടുകൂടി 120 കടന്നിരിക്കുന്നു മരണസംഖ്യ എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. നിലമ്പൂർ ചാലിയാൽ പുഴയിൽ നിന്നൊക്കെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ചയായിരുന്നു. ഇനിയും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. 250ഓളം പേർ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നൽകുന്നത് അതിൽ കൂടുതൽ ആൾക്കാരുണ്ടോ എന്നുള്ളൊരു സംശയമൊക്കെ അവിടെയുണ്ട്. നാളെ പകലോടുകൂടി ഇന്നിപ്പോൾ രാത്രിയിൽ ഏത് തരത്തിലാണ് രക്ഷാപ്രവർത്തനം, അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കുന്നത് തുടരാനാവുക എന്നുള്ള കാര്യമൊക്കെ ചർച്ച ചെയ്യാനുള്ള മീറ്റിംഗിലേക്ക് സിവിൽ ഡിഫൻസും ഒപ്പം ആർമിയും കൂടെ ചേർന്നുള്ള മീറ്റിംഗ് രാത്രി ചീഫ് സെക്രട്ടറി ഓൺലൈനിൽ പങ്കെടുക്കുന്ന മീറ്റിംഗ് നടക്കും. അതിലാണ് രക്ഷാദൌത്യത്തിന്റെ അടുത്ത മണിക്കൂറുകളുടെ ഘട്ടത്തിലേക്ക് കടക്കുക. അപ്പോൾ എയർ ലിഫ്റ്റിംഗ് വരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം നടക്കുമോ ഇനിയുള്ള മണിക്കൂറുകളിൽ, നാളേക്കായിരിക്കുമോ എന്നുള്ള കാര്യമാണ് അറിയാനുള്ളത്. നമ്മളെ തന്നെ വിളിച്ച് പറയുന്നു, നാഗമല എസ്റ്റേറ്റിൽ നടക്കം കുടുങ്ങിക്കിടക്കുന്ന 12 പേരുടെ സംഘമടക്കം അല്പം മുൻപാണ് നമ്മളെ വിളിച്ചത്. അപ്പോൾ ആ തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നു. നേരത്തെ അനുമോദ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഏറ്റവും ദുരന്തപൂർണമായിട്ടുള്ള സ്ഥിതി കണ്ടെത്തുന്നത് കൂടുതലും മൃതദേഹങ്ങളാണ്. ഇനി മണിക്കൂറുകൾ കഴിയുന്തോറും പരിക്കേറ്റവരുടെയും അല്ലെങ്കിൽ ജീവനോടെ ഇരിക്കുന്നവരുടെയും എണ്ണത്തെക്കാൾ കൂടുതൽ ഈ പുറത്തെത്തിക്കുന്നവരിൽ മൃതദേഹങ്ങളുടെ സംഖ്യ കൂടാനുള്ള സാധ്യത നിർഭാഗ്യവശാൽ അത് ആ ഒരു യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ നമ്മൾ തയ്യാറാകേണ്ടതായിരിക്കുന്നു എന്നുള്ള ഒരു ദുഃഖ സത്യം കൂടി അവിടെ നിന്ന് വരുന്ന ഒരു സാഹചര്യം. ഏതായാലും 48 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ട് ആയി ഉള്ളത്. ഇപ്പോൾ മേപ്പാടി ഹെൽത്ത് സെന്ററിലുള്ള 63 മൃതദേഹങ്ങൾ, അതിൽ 42 പേരെ തിരിച്ചറിഞ്ഞു. വിംസ് ആശുപത്രിയിൽ 4 മൃതദേഹങ്ങൾ, ബത്തേരി താലൂക്ക് ആശുപത്രി, നിലമ്പൂർ ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിലും മൃതദേഹങ്ങളുണ്ട്. അതിൽ 19 ശരീരഭാഗങ്ങൾ മാത്രമായിട്ടുള്ളവരും ഉണ്ട്. 131 പേർ ചികിത്സയിലുണ്ട്. ഇങ്ങനെയുള്ള ഇനി ജനിതക പരിശോധനകളടക്കം നടത്തി വേണം ഇവരെ തിരിച്ചറിയാൻ. മേപ്പാടിയിലും നിലമ്പൂരിലുമായി 51 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തു. ഒപ്പം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ വളരെ പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ട് അതിന് പോസ്റ്റ്മോർട്ടം നടത്തിയെന്ന് ഒരു പ്രീസംഷൻ നടത്തി കൊടുക്കുകയാണ് വേണ്ടത് എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. കോൺഗ്രസ് നേതാക്കളടക്കം അത് ആവശ്യപ്പെടുന്ന ഒരു കാഴ്ച കണ്ടു. അതിനായി അടിയന്തരമായിട്ടൊരു ഓർഡർ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇറക്കണം എന്നൊരാവശ്യം ടി സിദ്ദിഖ് MLA അടക്കമുള്ളവർ ന്യൂസ് 18നോട് പറയുകയുണ്ടായി. വയനാട്ടിലുള്ള ഒരു ഫോറൻസിക് സംഘമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കാൻ അവിടെ ഉള്ളത്. ഒപ്പം കോഴിക്കോട് നിന്നുള്ള ഫോറൻസിക് ഡോക്ടർമാരുടെ പ്രത്യേക സംഘത്തെ കൂടി നിയോഗിച്ചിരിക്കുന്നു. പല മൃതദേഹ
മൃതദേഹങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ, ശരീരഭാഗങ്ങൾ ചിതറിക്കിടക്കുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ DNA പരിശോധനകളടക്കം നടത്താനുള്ള സംവിധാനം ഒരുക്കുന്നു. കൂടുതൽ മോർച്ചറി സൗകര്യങ്ങൾ, ഒപ്പം മൊബൈൽ മോർച്ചറി സൗകര്യങ്ങൾ, കൂടുതൽ ഫ്രീസറുകൾ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് കൃത്യമായ രീതിയിലുള്ള നടപടിക്രമങ്ങളൊക്കെയാണ് അവിടെ നടത്തുന്നത്. ഇപ്പോൾ അവിടെ താൽക്കാലിക ആശുപത്രികൾ സജ്ജമാക്കിയിരിക്കുന്നു. ചൂരൽമലയിലും മദ്രസയിലും പള്ളിയിലും